ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 18-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായമാണ്. യഥാർത്ഥ ഭക്തി എന്താണെന്നറിയുവാനായിട്ട് ഈ അധ്യായം വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഭക്തിയുള്ള ജനത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചാണ്. യഥാർത്ഥ ഭക്തി ആനന്ദപ്രദമാണ്. മങ്ങിയ മുഖവും വരണ്ട നാവും കയ്പ് നിറഞ്ഞ ഹൃദയവും ഭക്തിയുടെ ഭാഗമല്ല. വിജാതീയ മതാരാധനയിൽ വിലാപവും മുറവിളിയും ഒക്കെ ഭക്തിയുടെ ഭാഗമാണ്. യഥാർത്ഥ ദൈവാരാധനയിൽ മുറവിളിയും വാളുകൊണ്ട് നെഞ്ചത്ത് വെട്ടുന്നതും പുറത്ത് വെട്ടുന്നതും ഇതൊന്നും ഭക്തിയുടെ ഭാഗമല്ല. അവിടെ എന്താണ്? സന്തോഷിക്കുക, ദൈവസന്നിധി സന്തോഷിക്കുക എന്നുള്ളതാണ്. സത്യദൈവത്തെ സത്യസന്ധമായിട്ട് ആരാധിക്കുന്നവർക്ക് ഭക്തി ആനന്ദകരമായ അനുഭവമാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം അനുഭവിച്ച് സംതൃപ്തരാകുന്ന മനുഷ്യനെന്തിനാണ് കരയുന്നത്? ബൈബിളിൽ കരയുന്നതെല്ലാം പാപം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പാപത്തെ ചൊല്ലി കരയാനാണ് പറഞ്ഞത്. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ പ്രശ്നങ്ങളെ ചൊല്ലി കരയാനാണ് പറയുന്നത്. അതെ, സന്തോഷിക്കുന്നവർ, ദൈവം പ്രസാദിക്കുന്നവർ കരയേണ്ട കാര്യമില്ല. ഇവിടെ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നീ സന്തോഷിക്കണമെന്നാണ്. നീയും നിൻ്റെ മക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് ദൈവം തന്ന നന്മകൾ അനുഭവിച്ചിട്ട് നിങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കണമെന്നാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ ആനന്ദകരമായിരിക്കുന്ന ക്രിസ്തീയജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ചുള്ള ബോധ്യവും ചിന്തയും. അത് വേണം. അത് ഈ അധ്യായത്തിൽ വളരെയധികം കാര്യങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ സന്ദർശനത്തിനായി ചെല്ലണം. അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങളുടെ നേർച്ചകൾ, സുമേധദാനങ്ങൾ, നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂരുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടുചെല്ലണം. അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷിക്കുകയും വേണം. അതാണ് വേണ്ടത്. സന്തോഷിക്കണം. ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ചുള്ള ബോധം വേണം. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു, ദൈവം നമുക്ക് വിളവ് തന്നിരിക്കുന്നു, നമുക്ക് ആടുമാടുകളെ തന്നിരിക്കുന്നു, ദൈവം നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം തന്നിരിക്കുന്നു, ജോലി തന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കുടിച്ച് തകർക്കണമെന്നല്ല പറഞ്ഞത്, ദൈവസന്നിധിയിൽ സന്തോഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവസന്നിധിയിൽ, അതാണ് പ്രധാനം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നാം സന്തോഷിക്കണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. നാം കരയണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, പട്ടിണി കിടക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഉപവസിക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, നാം സന്തോഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവമക്കൾക്കേ ഉള്ള യഥാർത്ഥമായ സന്തോഷം, വേറെ ആർക്കാണ് സന്തോഷമുള്ളത്? പക്ഷേ ആ സന്തോഷം എവിടെയായിരിക്കണം? ദൈവസന്നിധിയിലായിരിക്കണം. ദൈവം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് ചുറ്റും ഇരുന്നുകൊണ്ട് നാം സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്നോ അങ്ങനെ സന്തോഷിക്കണം. നമുക്ക് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം, നമുക്ക് തിന്നാം, നമുക്ക് കുടിക്കാം, നമുക്ക് ഇതൊക്കെ ചെയ്യാം. ദൈവസന്നിധി ചെയ്യാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാം. കുടുംബജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ അനുഭവിക്കാം, മക്കളുടെ സന്തോഷങ്ങൾ അനുഭവിക്കാം, ഒക്കെ അനുഭവിക്കാം. പക്ഷേ ഇന്നത്തെ ആളുകൾ അങ്ങനെയല്ല. ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് അവർ ഓടുന്ന സ്റ്റാർ ഹോട്ടലിലേക്കാണ്, അവർ കസീനോയിലേക്കാണ് ഓടുന്നത് ചൂത് കളിക്കാൻ. അവരോടുന്ന അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ദേശത്ത് ആരാധനാലയങ്ങൾ പണിയുകയല്ല, ആരാധനകൾ ഇടിച്ചു കളയുക ചെയ്യുന്നത്. അതിന് പകരം സ്പോർട്സ് സ്റ്റേഡിയങ്ങളാണ് ഉണ്ടാക്കുന്നത്, നൃത്താലയങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണ്ടത് അതല്ല. ദൈവസന്നിധിയിൽ നീയും നിൻ്റെ കുടുംബവും സന്തോഷിക്കണമെന്നാണ്. മക്കളും അപ്പനും അമ്മയും പിന്നെ വല്യപ്പനും വല്യമ്മയും എല്ലാം കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച്, ദൈവം കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതായിരിക്കും നന്മയെക്കുറിച്ച്, വർഷത്തിൻ്റെ അവസാനം വരുമ്പോൾ, വർഷാവസാനം ആളുകൾ വരുമ്പോൾ ഒരുമിച്ച് കൂടി ദൈവം ഒരു വർഷം ചെയ്തതായിരിക്കും നന്മയെക്കുറിച്ച് ചിന്തിക്കുകയും അതേക്കുറിച്ച് ഓർക്കുകയും അതൊക്കെ എഴുതി വെച്ച് കണക്ക് നോക്കി ദൈവം എന്തോരം അനുഗ്രഹിച്ചു എന്ന് പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം. എന്നിട്ട് ദൈവം തന്ന നന്മ ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കണം. അങ്ങനെയാണ് ദൈവസന്നിധിയിൽ നാം സന്തോഷിക്കുന്നത്. രണ്ടാമത്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ബോധ്യത. പ്രത്യേക ദൈവം നല്ലവനും നന്മ മാത്രം ചെയ്യുന്നവനുമാണെന്ന ബോധ്യത. ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമുക്ക് സന്തോഷമായി തൽക്കാലം തോന്നുകയില്ല, അതിൽ വേദന കാണും. എന്നാൽ ദൈവം നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യുകയില്ല എന്ന ബോധ്യം ദൈവസന്നിധിയിൽ നമുക്ക് വേണം.
നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരും, രോഗം വരും, മരണം വരും, ഒക്കെ വരും. പക്ഷേ ദൈവം തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യുകയില്ലെന്നുള്ളതായിരിക്കുന്ന ബോധ്യം നമുക്ക് വേണം. അത് വേണം. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നാം ഇന്ന് ഇവിടെ ഓരോരുത്തരും താൻ ബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങൾ യഹോവയ്ക്ക് നേരുന്ന അവിശേഷമായ നേർച്ചകളെല്ലാം അവിടേക്ക് കൊണ്ടുവരണമെന്നാണ്. അവിടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം പറഞ്ഞത്, മോശയോട് പറഞ്ഞത് എന്താണ്? ഇസ്രായേൽ മക്കൾ കനാനിൽ ചെല്ലുമ്പോൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് അവർക്കൊരു ആരാധനാലയം വേണം, അവർക്കൊരു സെൻട്രൽ പ്ലേസ് വേണം, യാഗം കഴിക്കാനൊരു സ്ഥലം വേണം. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ടൊരു സ്ഥലം വേണം. ആ സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളൊരു സ്ഥലമായിരിക്കണം. അവിടേക്ക് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ ഓരോ പോർഷൻസ് അവിടെ കൊണ്ടുവരണം. ഭൗതികമായ നന്മകളുടെ ഓരോ അംശം നാം ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ നാം ചെയ്യണം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ ബോധ്യതകൾ വ്യക്തിപരമായിട്ട് ഗൃഹനാഥന് മാത്രം ഉണ്ടായാൽ പോരാ, കുടുംബം മുഴുവനും ഉണ്ടായിരിക്കണമെന്നാണ്. എങ്കിൽ മാത്രമേ നമുക്ക് യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ കഴിയൂ. അല്ലെങ്കിൽ അപ്പം പറയും ഞാൻ സേവിക്കും, പിള്ളേരൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇന്നങ്ങനെയാണ്. പിള്ളേരൊക്കെ എവിടെയാ അതറിയില്ല, എവിടെയാണ്. ഞാൻ ഏതായാലും ദൈവത്തെ സേവിക്കും. അത് പോരാ. നീ നിൻ്റെ മക്കളും എന്നാണ്, നീ നിൻ്റെ ഭാര്യയും മക്കളും ദൈവസന്നിധിയിൽ വരണം, അവിടെ സന്തോഷിക്കണം. കുടുംബമായി നമുക്ക് സന്തോഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥിതി വളരെ മോശമാണ്. ചെറുപ്പം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുകയും ദൈവത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ ദൈവം നല്ലവനാണ്, വിശുദ്ധനാണ്, നീതിമാനാണ്, സ്നേഹമുള്ളവനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, അവൻ അകാരണകാരനാണ്, സർവകാര്യകാരനാണ്, ആദിയില്ലാത്തവനാണ്, അന്തമില്ലാത്തവനാണ്, അന്തരങ്ങളില്ലാത്തവനാണ്. ഈ കാര്യമെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ അവരെ പഠിപ്പിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുവാനും അനുസരിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ പകർത്തപ്പെടേണ്ടതായിരിക്കുന്ന ദൈവനന്മകളാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും. അത് അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ കുടുംബമായി ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയൂ. ഇന്നിപ്പോൾ കുടുംബാരാധനയ്ക്ക് ഉള്ള വീട്ടിൽ തന്നെ അപ്പനോ അമ്മയോ രണ്ടുപേരും, ചിലപ്പോൾ ഒരാൾ തന്നെ. മക്കളൊക്കെ അവിടെ കിടന്നുറങ്ങും. അത് 10 മണി 11 മണിയാകുമ്പോഴാണ് ഉറങ്ങുന്നത്. പ്രാർത്ഥനയ്ക്കൊന്നും അവർ വരുമില്ല, വിളിച്ചാലും അവർ വരുമില്ല, ബൈബിൾ എടുത്തുകൊണ്ട് വരികയില്ല, പാട്ട് പുസ്തകം എടുത്തുകൊണ്ട് വരുമില്ല. പോയി ദൈവത്തിൽ നിന്ന് നാം വളരെ അകന്നു പോയി. അങ്ങനെയല്ല ആയിരിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമാകണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തെ മാനിക്കണം. അപ്പോൾ ദൈവം നമ്മെ മാനിക്കും. ഈ 12-ാം അധ്യായത്തിൽ അതാണ് പറഞ്ഞത്, നീ നിൻ്റെ കുടുംബവും നിങ്ങളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ദൈവത്തെ കാണും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് സന്തോഷിക്കണം. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയണം. ദൈവം നല്ലവനാണ്. ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്തോ ഒരു നന്മയാണ് ദൈവം നമുക്ക് ചെയ്തിട്ടുള്ളത്. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി, ഭൗതികമായി, രാഷ്ട്രീയമായി, ഏതെല്ലാം നിലയിലാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ളത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തോട് വിശ്വസ്ത പാലിക്കാം, ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ദൈവത്തെ നമുക്ക് സേവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.